ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ഇടവക ഇന്നലെ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളായി ആഘോഷിച്ചുവെങ്കിലും സഭയുടെ ലിറ്റർജി കലണ്ടർ അനുസരിച്ച് ആഗമനകാലത്തിലെ രണ്ടാമത്തെ ഞായർ അത് 8-ാം തീയതിയായിട്ട് തന്നെ വന്നതുകൊണ്ട് അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ 9-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുക. അതുകൊണ്ട് ആഗോള സഭയോട് ചേർന്ന് അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളായി നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ അമ്മ കൂടെയുള്ള മക്കളാണ് നമ്മൾ ഓരോരുത്തരും. സ്വർഗം ഈ ഭൂമിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്തെന്ന് ചോദിച്ചാൽ ഒരമ്മയെ നമുക്ക് നൽകി എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ഈ അമ്മയെ നൽകിയിരിക്കുന്നത്? ജീവിതത്തിൻ്റെ സഹന വഴികളിലൂടെ നടക്കുന്നവർ തളരാതെ വീഴാതെ മുന്നേറുവാൻ തുണയായി ബലമായി ഈ അമ്മ കൂടെയുണ്ട് എന്നുള്ളതാണ് സ്വർഗം നൽകിയിരിക്കുന്ന വാഗ്ദാനം. ദൈവത്തിൻ്റെ ദൂതൻ തന്നെ ഇവളുടെ അരികിൽ വന്ന് പറയുന്ന എന്താ? ദൈവകൃപ നിറഞ്ഞവളെ, കർത്താവ് കൂടെ ഉള്ളവളെ, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ. സ്വർഗം ഇത്രത്തോളം ഒരുവൾക്ക് ഈ അത്യുന്നത പദവി നൽകി എന്നുള്ളതിൻ്റെ പ്രത്യേകത എന്താ? അവളുടെ ഹൃദയം പറുദീസയായിട്ട് മാറി എന്നുള്ളത്. രക്ഷകന് ജനിക്കുവാൻ തക്ക രീതിയിൽ അവളുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധി, നന്മ, ഇതൊക്കെ ദൈവം ഇങ്ങനെ പരിപാലിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ തിരുനാളിൻ്റെ പ്രത്യേകത. നമ്മുടെ ജീവിതം നമ്മുടെ കൈവെള്ളയിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ പരിപാലനയാണ് എന്ന് വിളിച്ചു പറയുന്നതാണ് ഈ തിരുനാൾ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിവുകളിലോ അറിവിലോ പ്രാപ്തിയിലോ ഒന്നുമല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരമാണെൻ്റെ ബലം. അതാണ് മറിയം ഇതാ കർത്താവിൻ്റെ ദാസി. അവൾ സ്വയം ദാസിയായിട്ട് തന്നെ വിട്ടുകൊടുക്കുമ്പോൾ പിന്നെ അവൾക്ക് വേണ്ടി വേണ്ടതൊക്കെ ആര് ചെയ്തു കൊടുക്കും? യജമാനൻ, ഉടമസ്ഥൻ ചെയ്തു കൊടുക്കും. നമുക്കും ഉണ്ടായിരിക്കേണ്ട മനോഭാവം ഇത് തന്നെയാണ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ ദാസനാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ദാസിയാണ് എന്ന മനോഭാവത്തോടുകൂടെ നമ്മെ തന്നെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്താൽ പിന്നെ നമുക്ക് വേണ്ടതും നമുക്ക് ആവശ്യമായതൊക്കെ അത് ദൈവത്തിൻ്റെ ആവശ്യമായിട്ട് മാറും. അവൻ നമുക്ക് വേണ്ടതൊക്കെ തന്നുകൊള്ളും. പരിശുദ്ധ മറിയത്തെ അവൻ വഴി നടത്തിയതുപോലെ സഹനങ്ങളിലും തളരാതെ മുന്നേറാൻ, കുരിശിൻ്റെ വഴിയിൽ പാതിക്ക് വെച്ച് ഓടിപ്പോകാതെ അറ്റം വരെ തുടരാൻ കരുത്ത് നൽകിയ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലും ഈ കരുത്തായി ബലമായി മാറട്ടെ.